നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആന്റിബയോട്ടിക്കുകളുടെ അമിതവും അശാസ്ത്രീയവുമായ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ഏഴോം ബ്ലോക്ക് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നടന്ന പരിപാടിയിൽ പട്ടുവം, പരിയാരം, ചെറുതാഴം, ഏഴോം, തളിപ്പറമ്പ് നഗരസഭ തുടങ്ങി 5 ആരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ പങ്കെടുത്തു. ഏഴോം ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ RK അഷ്റഫ്, പബ്ലിക് ഹെൽത്ത് ജീവനക്കാർ HI, JHI, ML, SP, RBSK നഴ്സുമാർക്ക് പരിശീലനം നൽകി. അങ്ങനെ ഒരുപാട് മരുന്നുകൾ പ്രയോഗിച്ചാൽ ഒരുപക്ഷെ പല ആന്റിബയോട്ടിക്കുകൾക്ക് വഴങ്ങാത്ത ഒരു രോഗബാധ ഒരാൾക്ക് വന്നാൽ അത് മരണത്തിലേക്ക് തന്നെ നയിക്കും. അപ്പൊ ആ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഒരു കരുതലാണ്. പിന്നെ ഇപ്പൊ ഒരുപാട് ആന്റിബയോട്ടിക്കുകളൊന്നും നമ്മളെ റിസർച്ച് പൈപ്പ്ലൈനിൽ ഇല്ല. അപ്പൊ വന്നിരിക്കുന്നതിൽ തന്നെ കുറച്ച് മരുന്നുകൾ നമ്മൾ റിസർവിൽ വെക്കണം. TBക്കെല്ലാം ഉപയോഗിക്കാവുന്ന മരുന്നുകൾക്ക് ഇനോളോൺസൊക്കെ ചെറിയ ജലദോഷത്തിനും കഫത്തിനും ഉപയോഗിച്ചിട്ട് അതിന് TB റെസിസ്റ്റന്റായി പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നതൊക്കെ നമ്മൾ പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നമ്മൾ നൽകണം. ഹോസ്പിറ്റലിൽ ഡോക്ടറിലേക്ക് തുടങ്ങിയ ആക്സസ് ചെയ്യപ്പെട്ട ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് ചികിത്സിക്കാവുന്ന അസുഖങ്ങളായിരിക്കും 95%. ആ അസുഖങ്ങൾ അതിൽ തന്നെ ചികിത്സിക്കുന്ന രീതിയിലുള്ളൊരു ബോധം ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ, ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്കിടയിലും ചികിത്സ കിട്ടുന്ന ജനങ്ങൾക്കും ഉണ്ടായിരിക്കാം. ബാക്കി ഒരു 5% മാത്രമേ മറ്റു മരുന്നുകൾ ആവശ്യം ഉണ്ടാവാറുള്ളൂ.